നബിയുടെയോ സ്വഹാബത്തിൻ്റെ താപീയങ്ങളെ കാലഘട്ടങ്ങളിൽ ഇങ്ങനത്തെ വല്ലതും വല്ല ഖബറുമായി ബന്ധപ്പെട്ടും വല്ലതും നടന്ന എന്തെങ്കിലും ഒന്നുണ്ടോ അന്വേഷിച്ചാൽ ഒന്നും പോലും ലഭിക്കില്ല എന്ന് ഉറപ്പാണല്ലോ. എത്രയോ സ്വഹാബത്തിൻ്റെ ഖബർ അവിടെയുണ്ട്, എത്രയോ താബിയുടെ ഖബർ അവിടെയുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ഒരു സ്വഹാബിയുടെ ഖബറിങ്ങൽ, ഒരു താബിയുടെ ഖബറിങ്ങൽ, ഏതെങ്കിലും സ്വഹാബി, ഏതെങ്കിലും താബിഴി ഇങ്ങനെ വല്ല കാര്യങ്ങളും ചെയ്ത വല്ലതുമുണ്ടോ? ഒരിക്കലും. പ്രായഭേദമന്യേ എല്ലാവരും ഒരുപോലെ കിടക്കണം അവിടെ. ഇതുപോലെ നമുക്കും കിടക്കേണ്ടി വരും എന്ന ഒരു മനസ്സിനൊരു ലോലത കിട്ടാൻ, അതേപോലെ തന്നെ പരലോകത്തെ ഓർക്കാൻ, തുതുമിഉൽ ഐൻ, കണ്ണ് നനയാൻ, അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് പരലോകബോധം ഉണ്ടാവാനാണ് ഖബർ സിയാറത്ത് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ പല നാട്ടിലും ആത്മീയപരമായ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ക്ലിപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൽ നിന്നും കുറച്ചധികം ദൂരം യാത്ര ചെയ്ത് കാട്ടിലൂടെ പോയിട്ട് അവിടെ ഏതോ ഒരു ഷെയ്ഖിൻ്റെ മക്ബറയുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ വലിയ തോതിൽ ആളുകൾ അവിടെ ചെന്നിട്ട് അവനവനിഷ്ടമുള്ള രീതിയിൽ അവിടെ ഇബാദത്തുകൾ ചെയ്യണം. അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് പൗരോഹിത്യം വ്യത്യസ്തമായ രൂപത്തിൽ അന്ധവിശ്വാസങ്ങൾ കുത്തി നിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ എന്താണ് ഇസ്ലാമിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഫൈസൽ മൗലവി, വർഷങ്ങളായി നടക്കുന്ന ഈ തട്ടിപ്പിനെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാനുണ്ട്. ഇത് ഗുണ്ടറ മക്കാം എന്ന പേരിൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി ഇങ്ങനെ വ്യാപകമായി സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മളിവിടെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടത്. വയനാട് ജില്ലയിൽ നിന്ന് കബനിയും നദി കടന്ന് അപ്പുറത്തേക്ക് പോയി 10 കിലോമീറ്റർ കൊടുമ്പനത്തിലൂടെ നടന്നു പോയി അവിടെ ഒരു ഖബറുണ്ട് എന്നാണ് പറയുന്നത്. ഷെയ്ഖ് അബ്ദുൽ ബാരി തങ്ങൾ എന്നൊരു പേരിലാണ് അത് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം കൊടുമ്പനത്തിൽ പോയി അന്തവിശ്രമം കൊള്ളുന്നു. എനിക്ക് ഇവർ ഒരുപാട് ന്യായങ്ങൾ അതിന് വേണ്ടി നിരത്താറുണ്ട്. അത് ആളുകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി ആളുകളെ ശല്യം സഹിക്കവയ്യാതെ അവിടെ നിന്നൊക്കെ പോയിട്ട് അദ്ദേഹം കാട്ടിൽ പോയി അവിടെ സ്ഥിരതാമസമാക്കി അവിടെ തന്നെ മറവാടപ്പെട്ടു എന്നൊക്കെയാണ് ഇവർ വ്യാഖ്യാനം കൊണ്ടുവരുന്നത്. ഏതായിരുന്നാലും അത് ഫോറസ്റ്റിനുള്ളിലാണ്. 10 കിലോമീറ്റർ ഫോറസ്റ്റിനുള്ളിലൂടെ സഞ്ചരിക്കണം. അപ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം ഫോറസ്റ്റിലൂടെ കടന്നു പോകാൻ പെർമിഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് അത് സാധാരണ ദിവസങ്ങളിൽ ആ മഖാം ഓപ്പണല്ല. അത് കൊല്ലത്തിൽ ആകെ ഒരു ദിവസം മാത്രമാണ് തുറക്കുന്നത്, ഏതാനും മണിക്കൂറുകൾ മാത്രം. അപ്പോൾ അത് സാധാരണ ഈ ഷവ്വാൽ മാസത്തിലാണ് അയാളുടെ മരണ സമയം എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. അതിൻ്റെ ആണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഷവ്വാൽ മാസത്തിൽ ഒരു ഡേറ്റ് നിശ്ചയിക്കും. ആ ഡേറ്റിന് അവിടെ എല്ലാവരും വരാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകമായ പെർമിഷനൊക്കെ കൊടുത്ത് അന്നത്തെ ദിവസം മാത്രം നിശ്ചിതമായ മണിക്കൂറുകൾ, ആ മണിക്കൂർ മാത്രമാണ് അങ്ങോട്ട് പ്രവേശനം ഉണ്ടാവുക. അപ്പോൾ അത് കാണിച്ചുകൊണ്ട് എല്ലാ ഭാഗത്തും ഇപ്പോൾ സിയാർത്ത് യാത്രകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ഒരുപാട് വാഹനങ്ങൾ അങ്ങനെ സംഘടിപ്പിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ കൊല്ലത്തൊരിക്കൽ മാത്രമേ തുറക്കുള്ളൂ, അന്ന് മാത്രമേ പോകാൻ കഴിയുള്ളൂ, അത് 10 കിലോമീറ്റർ നടക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ എന്തോ ഒരു ത്യാഗം ചെയ്യുന്ന പോലെ അതിനെ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച് വാഹനത്തിൽ ഒന്നാകെ ആളെ കൊണ്ടുപോയി ഇറക്കി അവരെയും കൂട്ടി ഉസ്താദന്മാർ മല കയറിപ്പോയി എന്നിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു പോരുക. അതിന് ഉദ്ദേശം സഫലീകൃതമാകും, മുറാദ് ഹാസിലാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകളെ കബളിപ്പിക്കാൻ ഇത്തരം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഓരോ അന്ധവിശ്വാസങ്ങൾ വ്യത്യസ്തമായ പേരിൽ വ്യത്യസ്തമായ രൂപങ്ങളിൽ കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചിലത് കാട്ടിലാകും, ചിലത് പുഴയിലാകും, ചിലത് നാട്ടിലാകും, ചിലത് ഖബറാകും, ചിലത് ഏതോ തങ്ങൾ ഇരുന്ന സ്ഥലം, തങ്ങൾ നടന്നു പോയ സ്ഥലം, തങ്ങൾ കാലുകുത്തിയ സ്ഥലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരങ്ങളും വള്ളികളും കല്ലുകളും ഇങ്ങനെ പലതും ഇന്ന് അനുവദിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിനുള്ളിൽ തന്നെ ഇന്നൊരു സംസ്കാരം വ്യാപകമായി വളർന്നു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ തൗഹീദ് ഉൾക്കൊള്ളുന്ന, അള്ളാഹിനെ വിശ്വസിക്കുന്ന, ഈമാൻ കാര്യം വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഇത്തരം ഒരു വഴിയിലേക്കും പോവുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നബിയുടെയോ സ്വഹാബത്തിൻ്റെ താബീയങ്ങളെ കാലഘട്ടങ്ങളിൽ ഇങ്ങനത്തെ വല്ലതും വല്ല ഖബറുമായി ബന്ധപ്പെട്ടും വല്ലതും നടന്ന എന്തെങ്കിലും ഒന്നുണ്ടോ അന്വേഷിച്ചാൽ ഒന്നും പോലും ലഭിക്കില്ല എന്ന് ഉറപ്പാണല്ലോ. എത്രയോ സ്വഹാബത്തിൻ്റെ ഖബർ അവിടെയുണ്ട്, എത്രയോ താബിയുടെ ഖബർ അവിടെയുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ഒരു സ്വഹാബിയുടെ ഖബറിങ്ങൽ, ഒരു താബിയുടെ ഖബറിങ്ങൽ, ഏതെങ്കിലും സ്വഹാബി, ഏതെങ്കിലും താബിഴി ഇങ്ങനെ വല്ല കാര്യങ്ങളും ചെയ്ത വല്ലതുമുണ്ടോ? ഒരിക്കലുമില്ല. നബി നിങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, റബ്ബേ എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ എന്ന് നബി നിങ്ങൾ ദുആ ചെയ്തു. പ്രത്യേകം ഉമ്മത്ത് നിർദ്ദേശം കൊടുത്തു, ലാ തജ്അലു ഖബരി ഈദ, എൻ്റെ ഖബർ നിങ്ങൾ ആഘോഷ കേന്ദ്രമാക്കരുത് എന്ന് പ്രത്യേകമായി നബി നിങ്ങൾ താക്കീത് ചെയ്തു ഉമ്മത്തിനെ. സ്വഹാബത്ത് അത് പാലിച്ചു പോന്നു, താബിയങ്ങൾ പാലിച്ചു പോന്നു, തമിഴ് താബികൾ പാലിച്ചു പോന്നു. മദ്ഹബിലെ ഇമാമിമാർ പോലും ആ നിലക്കുള്ള അധ്യാപകർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകമായി രേഖപ്പെടുത്തി പോന്നു. അതിനൊക്കെ ശേഷം ഷിയാക്കൾ കൊണ്ടുവന്ന ഇത്തരം ആഘോഷങ്ങൾ, ഷിയാക്കളാണ് ഖബറുമായി ബന്ധപ്പെട്ട് മുസ്ലിം ഉമ്മത്തിനെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചവർ. അതിന് മുമ്പ് ജൂതന്മാരായിരുന്നു അത് പഴയ ഉമ്മത്തുകളിൽ. നബിക്ക് മുമ്പുള്ള സമുദായങ്ങളിൽ ജൂതന്മാരാണ്
ആ സംസ്കാരം കൊണ്ടുവന്നത്. ഈ ഉമ്മത്തിൽ ഷിയാക്കളാണ് ഈ സംസ്കാരം കൊണ്ടുവരുന്നത്. ഖബറിങ്ങിൽ പോയി ഖബറാളിയോട് തേടുന്ന, ഖബർ ആരാധനാ കേന്ദ്രമാക്കുന്ന ഒരു സംസ്കാരം തുടങ്ങി വെച്ചത് ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ഷിയാക്കളാണ്. പിന്നീട് അത് വ്യാപകമായി വന്നു. 4, 5, 6, 7 നൂറ്റാണ്ടുകളിൽ തസവുഫിൻ്റെ പേരിൽ, ത്വരീഖത്തിൻ്റെ പേരിൽ ഈ ഷിയായിസം ഏറ്റെടുക്കപ്പെടുകയും അതിലൂടെ ഖബറിലേക്ക് ആളെ കൊണ്ടുപോയി ഖബറിനെ ഒരു മനുഷ്യൻ്റെ ഒരു ആത്മീയത കേന്ദ്രമായി പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അത് നമ്മുടെ നാട്ടിൽ സമസ്തയുടെ പേരിലാണ് പിന്നീട് അതിന് ഒരു പ്രൊമോഷൻ കിട്ടിപ്പോകുന്നത് എന്ന് മാത്രം. ചില ഖബറൊക്കെ ആരെ കിടക്കുന്നത് അറിയില്ല, മുസ്ലിമാണോ അല്ലേ എന്നറിയില്ല. ചില ഖബർ ഒരു മയ്യത്തിൻ്റെ ഒരു ഭാഗം മാത്രം എന്ന് പ്രചരിപ്പിക്കുന്ന ഖബറുകൾ, അവിടെ കൈ മാത്രമേ ഉള്ളൂ, കാല് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുള്ള ഖബറുകൾ, ഇങ്ങനെ തുടങ്ങി ഊരും പേരും അറിയാത്ത ഖബറുകൾ, ആരാണെന്നറിയാത്ത ഖബറുകൾ, ചിലത് മയ്യത്തുണ്ടോയെന്ന് പോലും അറിയാത്ത ഖബറുകൾ, ഒരു മയ്യത്തിൽ തന്നെ 2, 3, 4, 7 ഖബർ വരെ നിർമ്മിക്കപ്പെട്ട സംഭവങ്ങൾ എല്ലാം നമ്മുടെ ഉമ്മത്തിലുണ്ട്. എന്നാൽ അവിടേക്ക് ആണും പെണ്ണും ഒന്നാകെ ഒരു യാത്ര കെട്ടിപ്പുറപ്പെട്ട് പോകുന്നു. നബി തങ്ങൾ പ്രത്യേകം വിലക്കിയ കാര്യമാണ്. ലാ തുഷദ്ദു റിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ, 3 പള്ളിയിലേക്കല്ലാതെ പ്രത്യേക പുണ്യം കാക്ഷിച്ചുകൊണ്ട് യാത്ര കെട്ടി പുറപ്പെട്ടു പോകാൻ പാടില്ല എന്ന് വ്യക്തമായ ഹദീസ് നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. ഖബറിങ്ങൽ അങ്ങനെ പോയി ഖബർ ഒരു കേന്ദ്രമാക്കി മാറ്റാൻ എവിടെയും പഠിപ്പിച്ചിട്ടില്ല. ഖബർ സിയാറത്തേ ഉള്ളൂ. ഖബർ സന്ദർശിക്കാം, ഖബറാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മരണത്തെ ഓർക്കാം എന്നതിനപ്പുറത്ത് ഖബർ ഒരു യാത്ര കെട്ടി പുറപ്പെട്ടു പോകുന്ന തീർത്ഥാടന കേന്ദ്രമായി മാറുക എന്നത് ഇസ്ലാമിലില്ല. അങ്ങനത്തെ സ്ഥാനമേ ഇസ്ലാമിലില്ല. അതുകൊണ്ടാണ് ഒരു ചാണ ഉയർത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. അധികം കെട്ടി ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞു. പ്രത്യേകമായ അടയാളങ്ങൾ പോലും വെക്കുന്നത് വിരോധിച്ചു. എഴുതി വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഏതൊക്കെ അർത്ഥത്തിൽ ഖബർ പൂജയിലേക്ക് വരാൻ സാധ്യതയുണ്ടോ ആ എല്ലാ കവാടങ്ങളെയും അടച്ച മതമാണ് ഇസ്ലാം. അതിനെല്ലാം മറികടന്ന് ആണ്ടുനേർച്ച എന്ന മറവിൽ അവിടെ ഇത്തരം എല്ലാ അനാചാരങ്ങളും ഷിർക്ക്, അവിടെ തവാഫ് നടക്കുന്ന ഖബറുകളുണ്ട്, അതുപോലെ സഈ നടക്കുന്ന ഖബറുകളുണ്ട്, അതുപോലെ അവിടെ സ്ഥിരമായി പ്രാർത്ഥനകൾ നടക്കുന്ന ഖബറാളിയോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ജാറങ്ങളാണ് മിക്കവാറും ജാറങ്ങളൊക്കെ തന്നെയും ചന്ദനക്കുടങ്ങളടക്കമുള്ള കാര്യങ്ങൾ, അവിടേക്ക് നേർച്ച നേരുന്ന സ്ഥലങ്ങൾ, അവിടേക്ക് വഖഫ് കൊടുക്കുന്ന സ്ഥലങ്ങൾ, വലിയ കെട്ടിടങ്ങൾ പടുത്തുണ്ടാക്കി അവിടെ 24 ഹവറും ഓപ്പണായി കിടന്ന് ആളുകളൊന്നാകെ വാഹനത്തിൽ വന്ന് ഇറങ്ങി ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുന്ന സംസ്കാരങ്ങൾ, ഈ സംസ്കാരമൊക്കെ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. ഇത് ജൂതൻ്റെ സംസ്കാരമാണ്, ഇത് ഷിയ ആശയമാണ്. അത് മുസ്ലിം ഉമ്മത്തിലേക്ക് പിന്നീട് പൊതുവൽക്കരിച്ചു കൊണ്ടുവരികയും നമ്മുടെ നാട്ടിൽ സമസ്ത എന്ന് പറയുന്ന സംഘടന ഔദ്യോഗികമായി ഇതിന് പ്രൊമോഷൻ ഏറ്റെടുക്കുകയും അതിന് എല്ലാ അർത്ഥത്തിലുമുള്ള അംഗീകാരം കൊടുക്കുകയും ചെയ്തപ്പോഴാണ് ഇത്ര വ്യാപകമായി മുസ്ലിം ഉമ്മത്തിലേക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇത് കയറി വന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം. തീർച്ചയായിട്ടും ഇതിൽ പിന്നെ ഇപ്പോൾ മക്ബറയും ഖബറാരാധനയും അതുപോലെ തന്നെ അവിടുത്തെ ജാറപൂജയൊക്കെ നമ്മൾ ശക്തമായി വിമർശിക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ ദീനിൽ ഖബർ സന്ദർശനം, ഖബർ സിയാറത്ത് എന്ന് പറയുന്നത് അതിനെ നമ്മൾ വ്യക്തമായി പറയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ കാണാം, കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ. അപ്പോൾ ആദ്യകാലത്ത് ഖബർ സന്ദർശിക്കുക എന്നതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട്. കാരണം ശിർക്കിലേക്ക് എത്തിപ്പെടാതിരിക്കാനുള്ള ഒരു കാര്യമായിക്കൊണ്ടാണ്. അപ്പോൾ മദ്യം അവർ കുടിച്ചിരുന്ന പാത്രങ്ങൾ, ആ പാത്രങ്ങൾ ആദ്യം വിരോധിച്ചിരുന്നു. പിന്നീട് അവരുടെ ഈമാൻ ഉറച്ചതിന് ശേഷമാണ് ആ മദ്യത്തിനെ എന്ത് ചെയ്യുന്നത്, അഥവാ പാത്രത്തെ ഹലാലാക്കി കൊടുക്കുന്നത്. ഇതുപോലെ ആദ്യകാലത്ത് ഇസ്ലാമിൻ്റെ ഒരു തുടക്കത്തിൽ സിയാറത്തുൽ ഖുബൂർ എന്നുള്ളത് വിരോധിച്ച സംഗതിയാണ്. ഈമാൻ ഉറച്ച് തൗഹീദ് ഉറച്ചപ്പോൾ അവർക്ക് എന്ത് ചെയ്തു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദനീയാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്ന അതിൻ്റെ ലക്ഷ്യം എന്തിനാണ് ഖബർ സിയാറത്ത് ചെയ്യുന്നത്? തുരിഖുൽ ഖൽബ്, ഹൃദയം ലോലമാകുന്നുള്ള. അപ്പോൾ നമ്മളും ഇപ്പോൾ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, അഥവാ നമ്മൾ ഭൗതിക തിരക്കുകളിൽ, ഈ ഭൗതികമായ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ ഇങ്ങനെ ഇടപെട്ട് പരലോകം മറന്നു പോകുന്നൊരവസ്ഥ നമുക്ക് മനസ്സിക്ക് തോന്നുകയാണെങ്കിൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഖബറുകളിലേക്ക് പോയി അവിടെ ഒന്ന് കുറച്ച് സമയം ഇരിക്കണം എന്നുള്ള. അപ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ ഇവിടെ നമ്മളെപ്പോലെ ഒരുപാട് തിരക്കുകളുമായി ജീവിച്ച ആളുകളാണ് ഇവർ. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ജോലിയും കുടുംബവും മറ്റു തിരക്കുകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ആളുകളാണ്. അവരെല്ലാം ഈ കിടക്കുന്നത് പ്രായഭേദമന്യേ എല്ലാവരും ഒരുപോലെ കിടക്കണം അവിടെ. ഇതുപോലെ നമുക്കും കിടക്കേണ്ടി വരും എന്ന ഒരു മനസ്സിനൊരു ലോലത കിട്ടാൻ, അതേപോലെ തന്നെ പരലോകത്തെ ഓർക്കാൻ, തുദ്മിഉൽ ഐൻ, കണ്ണ് നനയാൻ, അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് പരലോകബോധം ഉണ്ടാവാനാണ് ഖബർ സിയാറത്ത് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കണ്ട വീഡിയോയിലും അതേപോലെ തന്നെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിയാറത്തുകളിലൊക്കെ അതെത്രത്തോളം ഉണ്ട്, ഒരാഘോഷമായി പാട്ടുപാടി ചെണ്ട കൊട്ടി ആ രീതിയിലേക്കാണ് പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ഒരു ഖബർ സിയാറത്തുകൾ മാറിപ്പോകുന്നത്.
അപ്പോൾ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഈ ഖബർ സിയാറത്ത് എന്നുള്ളത് തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്ലാം പ്രധാനമായും ഖബർ സിയാറത്തിന് ലക്ഷ്യമായി കണ്ടുള്ളത് രണ്ട് കാര്യമാണ്. ഒന്ന്, അവിടെയുള്ള ആളുകളോട് സലാം പറയാം. അസ്സലാമു അലൈക്കും അഹ്ലദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ ഇൻഷാ അല്ലാഹ് ബിക്കും ലാഹിഖുൻ അസ്അലുല്ലാഹ ലനാ വലക്കും ആഫിയ. ഇങ്ങനെ പ്രാർത്ഥിച്ച അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കും എല്ലാവർക്കും നിങ്ങൾക്കും ആഫിയത്ത് തരട്ടെ, ഞങ്ങളും ഇതേപോലെ ഈ ഖബറിൻ്റെ അടുത്ത് ഖബറിനുള്ളിൽ വന്ന് കിടക്കാനുള്ളവരാണ് എന്ന് പറയാനാണ് ഒന്ന്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരോട് പ്രാർത്ഥിക്കാനല്ല. അവർക്ക് പാപമോചനത്തിനും അവരുടെ ഖബർ സുഖകരമായി കിട്ടാനും ഖബർ ജീവിതം ബർസഖിൻ്റെ ജീവിതം ഖൈറാവാനൊക്കെ അതിനുവേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. രണ്ടാമത്തെ ലക്ഷ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരലോക ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇസ്ലാം പൊതുവിൽ ഖബർ സിയാറത്തിന് അതിൻ്റെ ലക്ഷ്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുക എന്നുള്ളതാണ് മുസ്ലിം സമൂഹത്തിനോട് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. നമ്മുടെ മരണചിന്ത പരലോകത്തേക്കുള്ള യാത്രയാണ് എന്നുള്ളതാണ്. ഖബർ സന്ദർശനം നമുക്കുണ്ടാക്കേണ്ടത്. അതല്ലാതെ ഖബറാളിയോട് പ്രാർത്ഥിക്കുവാനല്ല എന്നത് വ്യക്തമായി നാം മനസ്സിലാക്കണം. അത് നമ്മുടെ ദീനിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണ്, നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന കാര്യമാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കുക. പ്രൂഫ് പോയിൻറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാന്യനായ ഫൈസൽ മൗലവിയും അതുപോലെ തന്നെ ഷാഫി അൽ ഹക്കിമിയുമാണ്. എല്ലാവർക്കും ഒരുപോലെ നന്ദി പറയുന്നു. വഹദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.